നമസ്കാരം. തിരുവനന്തപുരം നഗരസഭയിലെ വാർഡുകളിലൂടെയുള്ള യാത്ര തുടരുകയാണ്. നിലവിൽ ദേശീയ ശ്രദ്ധയാകർഷിച്ച മത്സരമാണ് തിരുവനന്തപുരം നഗരസഭയിൽ ഇക്കുറി നടക്കുന്നത്. BJP വലിയ വിജയപ്രതീക്ഷയിലാണ്. കഴിഞ്ഞ ലോക്സഭയിൽ അവർക്ക് 70% വാർഡുകളിൽ ഇവർക്ക് വിജയിക്കാൻ കഴിഞ്ഞ ആ പ്രതീക്ഷയിലാണ് ഇപ്പോൾ മത്സര രംഗത്തേക്ക് BJP ഇറങ്ങുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കാഞ്ഞിരംപാറ വാർഡിലാണ്. ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള വാർഡായിരുന്നു. കഴിഞ്ഞ തവണയാണ് സുമി ബാലുവിനെ രംഗത്തിറക്കി BJP വാർഡ് പിടിക്കുന്നത്. ഇക്കുറിയും സുമി ബാലു തന്നെയാണ് BJPയുടെ ഇവിടുത്തെ സ്ഥാനാർത്ഥി. വലിയ വിജയപ്രതീക്ഷയാണ് ഈ വാർഡിലും BJP വച്ചു പുലർത്തുന്നത്. എന്തായാലും വാർഡിൻ്റെ വിശേഷങ്ങൾ അറിയാം. നമുക്ക് മുന്നോട്ട് പോകാം. സുഭദ്രമായൊരു രാജ്യം പടുത്തുയർത്തിയ ശക്തി കേരള നാടിനെ അടിമുടി. കൗൺസിലറാണ്. അപ്പോൾ എല്ലാവരെയും കണ്ട് സംസാരിച്ച് തന്നെ പോവേണ്ടി വരും. അപ്പോൾ പ്രചരണം കുറച്ച് മന്ദഗതിയിലാണെങ്കിലും ഒരു റൗണ്ട് പൂർത്തിയായി കഴിഞ്ഞു. നിലവിൽ ദേശീയ ശ്രദ്ധ ആകർഷിച്ച ഒരു മത്സരമാണ് ഇപ്പം കോർപ്പറേഷനിൽ നടക്കുന്നത്. പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തി വിജയിച്ചു കഴിഞ്ഞാൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തി അടുത്ത ഒരു വികസന നയരേഖ പ്രഖ്യാപിക്കുമെന്നാണ് സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയുണ്ട് കോർപ്പറേഷനിൽ വിജയം? കോർപ്പറേഷനിൽ വിജയം അനിവാര്യമാണ്. കാരണം കഴിഞ്ഞ വർഷം ഞങ്ങൾ 35 കൗൺസിലർമാരായിരുന്നു. നമുക്ക് ഒരു വിലയുമില്ലാതെ, ഞങ്ങൾ പറയുന്ന ന്യായമായ കാര്യങ്ങൾ പോലും അംഗീകരിക്കാതെ ഞങ്ങൾക്കൊരു പുല്ലുവില തന്ന ഒരു ഭരണസമിതിയായിരുന്നു. ഒരുപാട് അഴിമതി കേസുകൾ നിങ്ങൾ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ടായിരിക്കും. നടക്കാത്ത പൊതുനിരത്തിൽ നടക്കാത്ത ആറ്റുകാൽ പൊങ്കാലയുടെ പേരിൽ തുടങ്ങിയ തട്ടിപ്പ് ഈ അവസാന നിമിഷം വരെയും ഓരോ സ്വജനപക്ഷപാതവും പിന്നെ അഴിമതിയും ഈ വീട്ടുകാര്യത്തിൽ പോലും അഴിമതിയൊക്കെ നടന്ന് ഒത്തിരി അഴിമതി കഥകൾ തിരുവനന്തപുരം നഗരസഭയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യമല്ല മുൻ വർഷങ്ങളെ പോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യവും പറയാനുണ്ടായിരുന്നു. അപ്പോൾ എന്ത് വന്നാലും ഈ സമയം നഗരസഭ നമുക്ക് നഗരസഭ പിടിക്കണം. ഒരുപാട് കാര്യങ്ങൾ നഗരസഭയ്ക്ക് ചെയ്യാനുണ്ട്. തിരുവനന്തപുരം നഗരസഭയിൽ BJPക്ക് ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം തിരുവനന്തപുരം നഗരസഭ BJP ഭരിക്കും. തെരുവുനായ പ്രശ്നം നമ്മുടെ വാർഡിനെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഈ ഏരിയയിൽ തന്നെ എങ്ങനെ പോയാലും കഴിഞ്ഞ ദിവസം ഞാൻ ജസ്റ്റ് എണ്ണിയ സമയത്ത് തന്നെ ഇവിടെ നിന്ന് ഒരു കിലോമീറ്ററിനകത്ത് തന്നെ ഏകദേശം 45ഓളം പട്ടികളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിനൊരു സംവിധാനം ഇതുവരേക്കും നഗരസഭയ്ക്ക് വന്നിട്ടില്ല. തെരുവുനായ പ്രശ്നം എങ്ങനെയാണ് കാഞ്ഞിരംപാറ വാർഡിനെ ബാധിക്കുന്നത്? ഒരുപാട് തെരുവുനായ്ക്കൾ ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ അകത്ത് തന്നെ കഴിഞ്ഞ ദിവസം എണ്ണിയപ്പോൾ 44 തെരുവുനായാണ് കാണാൻ പറ്റിയത്. നമ്മുടെ വന്ധീകരിച്ച തെരുവുനായ എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, ചെവിയിലൊരു വെട്ട് കാണും. തെരുവ് നായ്ക്കൾ പോലും പ്രസവിച്ച് കിടക്കുന്ന കാഴ്ചകൾ പല സ്ഥലത്തും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കൗൺസിലർ എന്ന നിലയിൽ ആ നാട്ടുകാർ മൊത്തം പരാതി പറയുന്നതും ആ വാർഡ് കൗൺസിലറുടെ അടുത്തായിരിക്കും. അപ്പോൾ അവർ പറയുന്ന പരാതി അനുസരിച്ച് ഇപ്പോൾ നമുക്ക് പേവിഷബാധ വന്നതിനെ പിടിച്ചുകൊണ്ട് പോകും, അല്ലെങ്കിൽ വന്ധീകരിച്ചതിനെ ഇപ്പോൾ 5 എണ്ണത്തിനെ കൊണ്ടുപോയാൽ 10 എണ്ണത്തിനായിട്ട് തിരിച്ചു കൊണ്ടുവിടും. അപ്പോൾ അതിനൊരു ശാശ്വത പരിഹാരം തീർച്ചയായിട്ടും നമ്മുടെ തിരുവനന്തപുരം നഗരസഭയിൽ വന്നേ പറ്റുള്ളൂ. അതിനു വേണ്ടിയുള്ളൊരു ശ്രമം BJP ഭരണസമിതി നിലവിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനൊരു വന്ധീകരണം ശരിയായിട്ട് നടക്കുന്നില്ല എന്നല്ലേ ഇത് അർത്ഥമാക്കുന്നത്? കാരണം വന്ധീകരിച്ചു എന്നതിൻ്റെ ഒരു ചിഹ്നമുള്ള തെരുവുനായകൾ തന്നെ പ്രസവിച്ച് കിടക്കുന്ന ഒരു ദൃശ്യം കണ്ടു എന്ന് പറഞ്ഞു. അതിപ്പം ശരിയായ അർത്ഥത്തിൽ വന്ധീകരണം നടന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഉറപ്പായിട്ടും അങ്ങനെയാണെങ്കിൽ ആ പട്ടികളൊന്നും ആ തെരുവുനായ്ക്കളൊന്നും പ്രസവിച്ച് കിടക്കില്ലല്ലോ. ഞങ്ങളിത് ഒരു സമയം എനിക്ക് തോന്നുന്നു കരമന അജിത്തേട്ടനാണെന്ന് തോന്നുന്നു ഒരു കൗൺസിൽ ഇത് പറഞ്ഞപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മേയർ പറഞ്ഞത് പ്രസവിക്കുന്നത് നിങ്ങൾ കണ്ടോ എന്നാണ് ചോദിച്ചത്. നമുക്ക് ഇത് കാരണം മുലയൂട്ടി കിടക്കുന്ന ആ തെരുവുനായെ കണ്ടതിന് ശേഷമാണ് അദ്ദേഹം ആ കൗൺസിൽ അത് പറഞ്ഞത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണ്. കാരണം അത് കൂടുതൽ ശ്രദ്ധിക്കണം, വന്ധീകരിച്ച തെരുവുനായയും പ്രസവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഉടനെ മേയർ പറഞ്ഞത് അത് നിങ്ങൾ പ്രസവിക്കുന്നത് നേരിട്ട് കണ്ടോ എന്നാണ് ചോദിച്ചത്. അങ്ങനെയുള്ള മേയറോട് തെരുവുനായ ശല്യത്തിനെ കുറിച്ച് പറയുമ്പോൾ എങ്ങനെയായിരിക്കും എടുക്കുന്നതെന്നൊന്ന് ഊഹിക്കാമല്ലോ. മറ്റ് ഒരു പ്രശ്നം ചൂണ്ടിക്കാണിക്കുന്നത് കുടിവെള്ള പ്രശ്നവും അതോടൊപ്പം തന്നെ മാലിന്യ പ്രശ്നമാണ്. അപ്പം ഇത് ഏതൊക്കെ രീതിയിലാണ്?
പിന്നെ മാലിന്യ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനമുണ്ട്. അവർ പ്ലാസ്റ്റിക് മാത്രമാണ് എടുക്കുന്നത്. പക്ഷേ ഫുഡ് വേസ്റ്റ് പല പ്രൈവറ്റ് ഏജൻസികളാണ് ഫുഡ് വേസ്റ്റ് എടുക്കുന്നത്. എല്ലാവരുമല്ല, എന്നാൽ കുറേ പേരെങ്കിലും അത് പൊതുനിരത്തിൽ പല സ്ഥലത്തും നിക്ഷേപിക്കാറുണ്ട്. ആറ്റിലും തോട്ടിലുമൊക്കെ നിക്ഷേപിക്കാറുണ്ട്. പക്ഷേ അതിനൊരു സംവിധാനം കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന് അവർ വേസ്റ്റ് എടുക്കുന്നുണ്ട്, ഫുഡ് വേസ്റ്റ് എടുക്കുന്നുണ്ട്. പക്ഷേ അത് എവിടെയാണ് അത് കൊണ്ടെത്തിക്കേണ്ടത് എന്നുള്ളൊരു സംവിധാനം കോർപ്പറേഷൻ്റെ ഇല്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ പുഴയിലും റോഡ് സൈഡിലും ഒക്കെ ഫുഡ് വേസ്റ്റ് കുന്നുകൂടി കിടക്കുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത്. BJP അധികാരത്തിൽ വന്നാൽ BJPക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു മാലിന്യ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും മാസ്റ്റർ പ്ലാൻ ഉണ്ടാകുമോ? എന്തായാലും BJP ഭരണത്തിൽ വന്നാൽ അതിനൊരു തക്കതായ ഒരു ശാശ്വത പരിഹാരം കാണാൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് അങ്ങനെ തന്നെ ആയിരിക്കും. അതിദാരിദ്ര്യ മേഖലയിൽ നിന്ന് അതിദാരിദ്ര്യമുക്തം എന്നൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷേ പലപ്പോഴായിട്ട് ഈ പെൻഷൻ കിട്ടാത്ത മറ്റ് പല കാര്യങ്ങളും, ഇപ്പം തെരുവുകളൊക്കെ തെളിയാത്ത ഇടങ്ങൾ, ഇങ്ങനെയുള്ള പല വ്യാപകമായിട്ടുള്ളൊരു പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വാർഡിൽ എന്തെങ്കിലും തരത്തിലുള്ള വെല്ലുവിളി നേരിടുന്നുണ്ടോ? പിന്നെ നല്ല രീതിയിൽ വെല്ലുവിളി നേരിടുന്ന ഒരു കൗൺസിലറാണ് ഞാൻ. കാരണം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആദ്യം കൗൺസിലറായി വന്ന സമയത്ത് ഏകദേശം ഒരു 50 ലൈറ്റ് തന്നു, പുതിയ സ്ട്രീറ്റ് ലൈറ്റ് തന്നു. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഒരു ഉത്സവവുമായി ബന്ധപ്പെട്ട് ഒരു 10 ലൈറ്റ് അങ്ങനെ തന്നിട്ടുണ്ട്. അതിനുശേഷം ഇത്രയും നാളായിട്ടും പുതുതായിട്ട് സ്ട്രീറ്റ് ലൈറ്റ് വന്നിട്ടില്ല. അപ്പോൾ പുതുതായിട്ട് പോസ്റ്റ് ഇട്ട് ലൈൻ വലിച്ച വാർഡിലെ ഒരു സ്ഥലത്തും പുതിയ സ്ട്രീറ്റ് ലൈറ്റ് ഇടാൻ പറ്റില്ല. അതിനെല്ലാം പരാതി കൗൺസിലർ അടുത്താണ് പറയുന്നത്. അപ്പോൾ അവരുടെ വിചാരം കൗൺസിലർ അത് ഇടാത്തതാണ്, കൗൺസിലർ പറഞ്ഞ് ചെയ്യിപ്പിക്കാത്തതാണെന്ന്. പക്ഷേ ഈ 4 വർഷത്തിനിടയ്ക്ക് സ്ട്രീറ്റ് ലൈറ്റ് വന്നിട്ടില്ല, പുതുതായിട്ട് വന്നിട്ടില്ല എന്ന് ഞാൻ പലപ്പോഴും പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അവസാന നിമിഷമായപ്പോൾ ഒരു 50 ലൈറ്റ് തരാമെന്ന് പറഞ്ഞിരുന്നു. അത് ഈ സമയമായി നിൽക്കുന്നു, എനിക്ക് കിട്ടിയിട്ടില്ല, വാർഡിൽ കിട്ടിയിട്ടില്ല. പിന്നെ മെയിൻ്റെനൻസ് ചെയ്ത ലൈറ്റുകൾ അത് രാവിലെ മാറ്റിയിടുന്നത് വൈകുന്നേരമാകുമ്പോൾ കത്തുന്നില്ല. അങ്ങനെ ക്വാളിറ്റി കുറഞ്ഞ ലൈറ്റുകളാണ് ഇപ്പോൾ ഏജൻസിക്കാർ ഇടുന്നത്. അപ്പോൾ അതിലും ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം ചോദിക്കുന്നത് ഒരു കൗൺസിലർ എന്ന നിലയിൽ എന്നോടായിരിക്കും. അപ്പോൾ അതിനെല്ലാം ഉത്തരം പറയേണ്ട ബാധ്യത എനിക്കാണ്. അപ്പോൾ തിരുവനന്തപുരം നഗരസഭയുടെ ഈ കെടുകാര്യസ്ഥത കാരണം ആകെ ബുദ്ധിമുട്ടിലായിരിക്കുന്ന ഒരു കൗൺസിലറാണ് ഞാൻ. നഗരസഭയിലെ പ്രക്ഷോഭങ്ങളുടെയൊക്കെ വലിയ ഭാഗമായിരുന്നു സൂചിക്ക്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഈ സമയത്ത് നമ്മുടെ ആര്യ രാജേന്ദ്രൻ ഇപ്പോൾ മുന്നിൽ നിന്ന് നയിക്കാനില്ല, എന്തായിരിക്കാം ഒരു കാരണം? ഈ അഴിമതി ആയിരിക്കും കാരണം? അഴിമതി തീർച്ചയായും ഓരോ അഴിമതിയും നമ്മുടെ BJP കൗൺസിലർമാർ കൈയോട് പൊക്കിയാണ് കൊടുക്കുന്നത്. പൊതുനിരത്തിൽ നടക്കാത്ത ആറ്റുകാൽ പൊങ്കാല, അതിന് തന്നെ ലക്ഷങ്ങൾ എഴുതിയെടുത്തതാണ്. അവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുത്തു, ക്ലീനിങ്ങിന് വണ്ടി എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷങ്ങൾ തട്ടിയെടുത്ത ഭരണസമിതിയാണ് മേയർ ഉൾപ്പെടെയുള്ള. അത് കഴിഞ്ഞതിന് ശേഷം എന്തുമാത്രം അഴിമതി കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരുടെ ഫണ്ടിൽ നിന്ന് കൈയിട്ട് വാരി ഇവിടെ ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ അടുത്ത് സമരത്തിന് പോവുകയാണ്, സാധാരണക്കാർക്ക് ജോലിയില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ സമയം മേയർ ഇവിടെ നമ്മുടെ പാർട്ടിയിൽപ്പെട്ടവർക്ക് ജോലി കൊടുക്കണമെന്ന് ആനവൂർ നാഗപ്പന് ലെറ്റർ എഴുതി വച്ചതിന് ശേഷമാണ് പോകുന്നത്. അപ്പോൾ അർഹതയുള്ള യോഗ്യതയുള്ള അവർക്ക് ജോലി കൊടുക്കാതെ അവിടെ പ്രധാനമന്ത്രിയുടെ അടുത്ത് സമരത്തിന് പോയ ആ വ്യക്തിയാണ് മേയർ. അങ്ങനെ നിരവധി അഴിമതി കേസുകൾ കമ്പ്യൂട്ടറിൻ്റെ കാര്യത്തിലാണെങ്കിലും എനിക്ക് ഇപ്പോൾ തന്നെ പറഞ്ഞു പ്രത്യേകിച്ച് ഇഷ്ടം പോലെ കേസുകളാണ്. അന്തർദേശീയ അവാർഡൊക്കെ കിട്ടിയ മേയറാണ്. ആ അവാർഡ് എങ്ങനെയാണ് കിട്ടിയതെന്നുള്ളത് ഇപ്പോൾ ചാനലുകളിലും പത്രമാധ്യമങ്ങളിലും എല്ലാം നിങ്ങളും കേട്ടിരിക്കുമല്ലോ, എങ്ങനെയാണ് ആ അവാർഡുകളെല്ലാം കിട്ടിയതെന്ന്. അപ്പോൾ ആ രീതിയിൽ അവാർഡുകൾ സംഘടിപ്പിച്ച് ഞെളിഞ്ഞു നിൽക്കുന്ന ഒരു മേയർ, ഒരു ഭരണസമിതി, അത് തന്നെയാണ് തിരുവനന്തപുരം നഗരസഭ. തീർച്ചയായിട്ടും വലിയ വിജയ പ്രതീക്ഷയിലാണ്. എന്തായാലും വിജയാശംസ. താങ്ക് യു. ശരി.